രണ്ടു ഓലക്കിലോ വെള്ള തുണി എടുത്തോളൂ എന്നെ മൂടാൻ. കൊടുക്കാനാന്നോ എടുക്കാനാന്നോ? കൊടുക്കാനാ. വിശ്വാസിയുണ്ടോ? വിശ്വാസിയാണോ? വെറും വിശ്വാസിയല്ല, നല്ല അടിപൊളി വിശ്വാസി, അറകളഞ്ഞ വിശ്വാസി, ജിഹാദിയാണ്. ഈ കാഫിറുകളോട് ജിഹാദ് ചെയ്യണമെന്ന് പറയുന്നു. എന്താ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരും? അവരോട് എന്തിനാ ജിഹാദ് ചെയ്യുന്നത്? അവരോട് ജിഹാദ് ചെയ്യുന്നത്, നിങ്ങളിപ്പം പിന്നെ ഞാനും നിങ്ങളും തമ്മിൽ ഇപ്പൊ സംസാരിച്ചു കൊണ്ടിരിക്കുന്നില്ലേ, ഇതൊരു ജിഹാദാണ്. മനസ്സിലാക്കിയില്ലെങ്കിലും ദീനക്കും വലിയത് നിങ്ങൾക്ക് അത് നസ്ഖ് ചെയ്ത ആയത്ത് റദ്ദാക്കേണ്ടി വരാന്നൊക്കെ പറയുന്നത് ഇതിൽ പരം ദുരന്തം വേറെ ഇല്ല. ഈ ലൗഹുൽ മഹ്ഫൂളിൽ നിന്ന് ഇങ്ങനെ ഇറക്കി തരുന്ന സാധനം റദ്ദാക്കേണ്ടി വരുന്ന ഒരു പടച്ചോൻ എത്ര ദുരന്തം, ഇത് എത്ര വലിയ ദുരന്തമാണെന്നൊന്ന് ആലോചിച്ച് നോക്ക്. ആകാശത്തുനിന്ന് പറയുന്ന ഖുർആൻ ഈ റദ്ദാക്കേണ്ടി വരുന്നത് എത്ര ദുരന്താണ്. ഇതാണ് ഇത്രയ്ക്ക് ചീപ്പാണോ ആർട്ടിസ്റ്റ് പടച്ചോൻ? ഇത്രയ്ക്ക് ചീപ്പാണോ ആർട്ടിസ്റ്റ് പടച്ചോൻ? നിർത്തി അങ്ങ് അവമാനിക്കുവാണെന്ന് ഞാൻ പറയാണ്. അത് ഞാൻ ഇങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കുക. ആരിഫ് ഹുസൈന് വിവരമില്ലാണ്ടാവോ? അതുപോലെ അല്ലല്ലോ ഇവിടുത്തെ ഈ വിഷയം. എനിക്ക് വിവരം ഉണ്ടാവില്ല എന്നുള്ളത് ഞാൻ പറയണ കേട്ട നാട്ടുകാർക്ക് മനസ്സിലാവുമല്ലോ. പക്ഷെ ഖുർആനിലുള്ള സാധനം, നിങ്ങൾ എഴുതിയ സാധനം ഇവിടെ അപ്ലൈ ചെയ്യുന്നത് അതന്നെ പറയണേ. ഇവിടെ അത് അപ്ലൈ ചെയ്യുന്നു, ഖുർആനെ കുറിച്ച് മനസ്സിലാവില്ലേ? മനസ്സിലാവുന്നുണ്ടല്ലോ. അതല്ലേ ഈ പ്രശ്നം. അറിയാം, താലിബാനും വളരെ കൃത്യമായിട്ട് ഇസ്ലാം നടപ്പിലാക്കുന്ന ആളുകളാണെന്ന് മനസ്സിലാക്കിയ ആളുകളാണ് നമ്മളൊക്കെ. അപ്പൊ നിങ്ങൾ താലിബാനാണോ? താലിബാൻ ആവണ്ടല്ലോ, നമുക്ക് താലിബാനെ മനസ്സിലാക്കിയാൽ മതിയല്ലോ. പഴയ താലിബാൻ, ഞാനൊരു എക്സ് താലിബാനാണ്. പഴയ താലിബാനാണ്, ഞാനവിടെ രാജിവെച്ചതാ. അതെ, അത് രാജിവെച്ചതാണ്. അതെ, പഴയ ടെററിസ്റ്റ് ആണ്. അതെ, ഈ പട്ടാളം മാധവമ്മയുടെ വീട് പട്ടാളം മാധവമ്മയുടെ വീട് അറിയോ ചേട്ടാ? അങ്ങനെയാണെങ്കിൽ മുഹമ്മദ് നബിക്ക് ഇസ്ലാമിൽ ചാൻസ് ഇല്ല എന്ന് പറയേണ്ടി വരും. മുഹമ്മദ് നബിക്ക് ഇസ്ലാമിൽ സാധ്യത ഇല്ല എന്ന് പറയേണ്ടി വരും. മുഹമ്മദ് നബി അല്ലേ ലോകം കണ്ട ഏറ്റവും വലിയ ടെററിസ്റ്റ്. എനിക്ക് മടുത്തടാ, ഞാൻ എന്റെ ജീവൻ കൊടുക്കാൻ പോവുക. അതിൽ എനിക്ക് വലിയ പരാതി ഒന്നുമില്ല. ഇല്ല അല്ലേ? ഈ ഗോത്രമൊക്കെ കൊള്ളയടിക്കുക, കുട്ടികളെ തുണി പൊക്കി നോക്കിയിട്ട് രോമ വളർത്തി നോക്കിയിട്ട് തല വെട്ടുക, ഇതൊക്കെ ചെയ്തത് മുഹമ്മദ് നബി അല്ലേ? ഇതൊക്കെ വളരെ ടെററിസ്റ്റ് ആക്ടിവിറ്റി അല്ലേ? ഒരു മര്യാദ വേണ്ടേ? തുണി പൊക്കി നോക്കിയിട്ട് മുഹമ്മദ് നബി തല വെട്ടാൻ ഉത്തരവിട്ടിട്ടുണ്ടോ ഇല്ലേ? അതാണ് നിങ്ങളുടെ പ്രശ്നം. ഇതൊക്കെ നിങ്ങൾ വലിയ മതത്തെ രക്ഷിക്കാൻ വേണ്ടി ഏറ്റവും മിനിമം ഇതുപോലെ ബേസിക് ആയുള്ള സാധനങ്ങളെങ്കിലും ചോദിച്ചിട്ട് പഠിച്ചിട്ടൊക്കെ. മുരുകനെ പോലെ അത്ര എളുപ്പത്തിൽ എനിക്കിത് ചെയ്യാൻ പറ്റില്ലല്ലോ. എന്റെ വീടിന്റെ വലതുഭാഗത്ത് ഒരു ഗ്രൗണ്ട് ആണല്ലോ, അവിടെ വീടില്ലല്ലോ സുഹൃത്തെ. ആ സുകുമാരൻ പറയുന്നുണ്ട് നീ തീട്ടാ തിന്നലെന്ന്. അവരെടുത്ത് നീ പല പൈസയും കൊള്ളടിച്ചിട്ടുണ്ട്, നീ ഒരുപാട് ആളെ പൈസ പറ്റിച്ചിട്ടുണ്ട്, നീ ആൾക്കാരെ പറ്റിച്ചാണ് ജീവിക്കുന്നത് അവർ പറയുന്നത്. ഞാനത് വിശ്വസിക്കണോ ആരിഫ് ഹുസൈൻ? പക്ഷെ ഞാൻ എന്നെ അൽ അമീൻ ഞാൻ വിളിക്കാറ്. ഇതൊക്കെ ഞാൻ ചെയ്യെങ്കിൽ ഞാൻ കുറെ കൊള്ളയടിച്ചിട്ടുണ്ട്, ഗോത്രം കൊള്ളയടിച്ചിട്ടുണ്ട്, അതുപോലെ അടിമ പെണ്ണുങ്ങളെ പൂശിയിട്ടുണ്ട്, ഭാര്യയെ വാഞ്ചിച്ചിട്ടുണ്ട്, ഇതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ എന്നെ അൽ അമീൻ എന്നാണ് ഞാൻ വിളിക്കാറ്. മുഹമ്മദ് നബീനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ മുഹമ്മദ് നബീനേക്കാൾ നല്ല ക്വാളിറ്റി ഉള്ള മനുഷ്യനാണ്. അതെനിക്കറിയാം. നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് എനിക്ക് വേണ്ട. കളിയിൽ ബാക്കിയെല്ലാവരും ക്ഷത്രിയന്മാരും രാജാവും അത്ര ക്രിസ്ത്യാനിയാണ്. തലയിൽ കുരിശണ്ട ഡെമോക്രാറ്റിക് അതെ, അത് അടിമയെ പൂശാനൊക്കെ ഒരു ക്വാളിറ്റി വേണം. അതെനിക്കില്ല. അടിമയെ പൂശാനുള്ള ക്വാളിറ്റി എനിക്കില്ല. ഗോത്രം കൊള്ളയടിക്കാനുള്ള ക്വാളിറ്റി എനിക്കില്ല. സ്വന്തം ഭാര്യയുടെ കട്ടിലിട്ട് മാരീതൽ കിബിത്തിയെ പൂശാനുള്ള ക്വാളിറ്റി എനിക്കില്ല. ഷാജേട്ടാ, എനിക്കിത് പറ്റുമെന്ന് തോന്നുന്നില്ല ഷാജേട്ടാ. തുണി പൊക്കി നോക്കിയിട്ട് രോമം മുളച്ചിട്ടുണ്ടോ എന്ന് നോക്കിയിട്ട് തല വെട്ടാനുള്ള ക്വാളിറ്റി എനിക്കില്ല. 6 വയസ്സുകാരിയെ കെട്ടി പൂശാനുള്ള ക്വാളിറ്റി എനിക്കില്ല. ചേട്ടാ, അപമാനിച്ചേ ഞാൻ പോയിക്കോട്ടെ. അപമാനത്തിന് തന്നെ അപമാനമാണ് നീ. ഇവിടുത്തെ നാട്ടുകാർക്ക് എന്റെ വ്യക്തിപരമായ പേരിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോടാ.